ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇപ്പോൾ കുറേ നാളായി നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തന്നെ. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ സജഷൻസ് നമുക്ക് കുറച്ച് കിട്ടിയായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസിൽ നമ്മളിനി വീഡിയോസും കാര്യങ്ങളൊക്കെ കുറച്ച് ഇടുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ടൈപ്പിലുള്ള വീഡിയോസും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ആവുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ വന്നേക്കുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ സർവീസിൻ്റെ ബോട്ട് പരിചയപ്പെടുത്താനാണ് നമ്മൾ വന്നേക്കുന്നത്. ഓക്കെ, നമുക്ക് സോഷ്യൽ മീഡിയ സർവീസായ നമ്മുടെ യൂട്യൂബിൻ്റെ വ്യൂസ്, ലൈക്സ്, സബ്സ്ക്രൈബേഴ്സ്, അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വ്യൂസ്, ലൈക്സ്, ഫോളോവേഴ്സ്, ഇതേപോലെ തന്നെ സോഷ്യൽ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ സർവീസും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ടെലഗ്രാമിലാണ് നമുക്ക് ആ ബോട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ബോട്ടിൻ്റെ പേര് എന്ന് പറയുന്നത് മലയാളി ബോട്ട് എന്നാണ്. ഓക്കെ, ജസ്റ്റ് ഒരു ഐ കൊടുക്കുക, അതിനുശേഷം അണ്ടർസ്കോർ പിന്നെ മലയാളി ബോട്ട്. ഓക്കെ, ഇപ്പോൾ അണ്ടർസ്കോർ മലയാളി ബോട്ട്, ഇതാണ് ബോട്ടിൻ്റെ പേര് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് അതൊന്ന് നിൽക്കുക, എന്നിട്ട് ഈ സ്റ്റാർട്ട് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതി കിടക്കും. അപ്പോൾ നമുക്കിപ്പോൾ ഒരു 5 ബട്ടൺ വരുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് ഓർഡർ നോ എന്നുള്ള ബട്ടൺ നിൽക്കുക. നമുക്ക് ഇതിനകത്ത് സർവീസസ് ഓർഡർ ചെയ്യാൻ വേണ്ടി കാണിക്കും. ഓക്കെ, പിന്നെ മൈ ഓർഡേഴ്സ് ഉണ്ട്. മൈ ഓർഡർ എന്ന് വെച്ചാൽ നമ്മുടെ നേരത്തെ ഓർഡർ ചെയ്തതിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നതാണ് മൈ ഓർഡേഴ്സ്. അതിനുശേഷം ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട്, വ്യൂ പ്രൈസിങ്, ബോട്ട് ഇൻഫോ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ വെച്ചാൽ ആദ്യം നമുക്ക് പ്രൈസ് ചെക്ക് ചെയ്യാം. അതായത് ഇതിനകത്തുള്ള അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ വ്യൂ പ്രൈസിങ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പ്രൈസിങ് നമ്മൾ കൊടുക്കുക. ജസ്റ്റ് ആ പ്രൈസിങ്ങിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിലവിൽ നമ്മുടെ ഈ സ്റ്റോറിൽ അപ്ഡേറ്റ് ആയിട്ടുള്ളത്. അതിനകത്ത് ഇൻസ്റ്റാഗ്രാം ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, ടെലഗ്രാം ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിൻ്റെ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്ന നോക്കാം. അത് നമ്മൾ വീണ്ടും ഓർഡറിന് നോക്കുക. അതിനുശേഷം ആ ഓർഡർ എന്നുള്ള ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അല്ലാതെ ഓർഡറിന് ടൈപ്പ് ചെയ്താലും മതി. ഓക്കെ, അതിനുശേഷം നമുക്ക് 4 ഓപ്ഷൻ വന്നിട്ടുണ്ട്: ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ടെലഗ്രാം, ഫേസ്ബുക്ക്. നമുക്ക് ഇൻസ്റ്റാഗ്രാം അടിക്കാം. ഓക്കെ, ജസ്റ്റ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ 1 എന്ന് കൊടുത്തു, എൻ്റർ കൊടുത്തു. അതിനുശേഷം IG വ്യൂസ്, IG ലൈക്സ്, ഫോളോവേഴ്സ് ലോക്കൽ, പിന്നെ വൈറൽ വീഡിയോ വ്യൂസ്, പ്രീമിയം സ്റ്റോറി വ്യൂസ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഇപ്പം നമുക്കൊന്ന് വ്യൂസ് പർച്ചേസ് ചെയ്യാൻ നോക്കാം. ജസ്റ്റ് 1 കൊടുത്തു, എൻ്റർ കൊടുത്തു. ഓക്കെ, ഇനി അവർ ചോദിക്കുന്നത് വെച്ചാൽ എത്ര ക്വാണ്ടിറ്റി ആണ് വേണം. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒരു 100 കൊടുക്കാം, എന്നിട്ട് എൻ്റർ കൊടുത്തു. ഓക്കെ, ഇനി അവർ ചോദിക്കുന്ന ലിങ്ക് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ലിങ്ക് കാര്യങ്ങൾ നമ്മൾ എടുക്കാത്തതുകൊണ്ട് തന്നെ ജസ്റ്റ് എന്തെങ്കിലും നമുക്കൊന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ കൊടുക്കാം. ഓക്കെ, ഇനി അവർ ചോദിക്കുന്ന ഓർഡർ സമ്മറി, IG വ്യൂസ് ആണ്, 100 ക്വാണ്ടിറ്റി ആണ്. പ്രൈസ് എന്ന് പറയുന്നത് 1 രൂപയാണ്. ഓക്കെ, ഫൈനൽ പ്രൈസ്. പിന്നെ ഡിസ്കൗണ്ട് നിലവിൽ അതിനകത്ത് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഡിസ്കൗണ്ട് കളഞ്ഞിട്ടുള്ള ബാക്കി 1 രൂപയാണ് നമുക്ക് ഇതിനിപ്പോൾ കോസ്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് എസ് എന്ന് കൊടുക്കാം. പിന്നെ റൂൾസ് കാര്യങ്ങളൊക്കെ അതിനകത്ത് തന്നെ എഴുതി കിടപ്പുണ്ട്, അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു. അതിനുശേഷം ഈ QR കോഡ് സ്കാൻ ചെയ്ത് എമൗണ്ട് അയക്കും. ഓക്കെ, എമൗണ്ട് കാര്യങ്ങളൊക്കെ QR കോഡിൽ തന്നെ കിടപ്പുണ്ട്. ജസ്റ്റ് ഒന്ന് QR കോഡ് സ്കാൻ ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് എമൗണ്ട് വന്നോളും. ജസ്റ്റ് പേ ചെയ്താൽ മതി. ഇപ്പോൾ നമുക്ക് വെറും 100 വ്യൂസിന് വെറും 1 രൂപയാണ് ആയത്. ഓക്കെ, അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിനകത്ത് ട്രാൻസാക്ഷൻ ഐ ഡി. ഓക്കെ, ജസ്റ്റ് 1 2 3 4 5 6 7 8 9 0. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് 1 2 3 എന്ന് അടിച്ചതേ ഉള്ളൂ. ജസ്റ്റ് ഞാൻ എൻ്റർ അടിക്കുവാണ്. ഓക്കെ, നമ്മളിപ്പോൾ തന്നെ ട്രാൻസാക്ഷൻ ഐ ഡി നമ്മൾ അടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അത് ചെക്ക് ചെയ്യും. അതായത് ഇത് നമ്മുടെ ബോട്ടിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ചെക്ക് ചെയ്തിട്ട് അതിനുശേഷം അതിൻ്റെ റിജക്റ്റ് ആണോ അല്ലാതെ അപ്രൂവ് ആണോ നോക്കും. ഓക്കെ, ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്: യുവർ പേയ്മെന്റ് വിത്ത് ട്രാൻസാക്ഷൻ ഐ ഡി ഹാസ് ബീൻ റിജക്റ്റഡ്, പ്ലീസ് കോൺടാക്ട് സപ്പോർട്ട്. അതായത് നമ്മൾ പഠിച്ചത് ഒരു ഡമ്മി ട്രാൻസാക്ഷൻ ഐ ഡി ആണ്. ഓക്കെ, അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം അത് തെറ്റാണ് അല്ലെന്നുണ്ടെങ്കിൽ അത് റിജക്റ്റ് ആയി. ഓക്കെ, അതിൻ്റെ മെസ്സേജ് ആണ് ഇപ്പോൾ വന്നത്. ഓക്കെ, അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഡമ്മി ആയിട്ടാണ് ഇതിപ്പോൾ റിജക്റ്റ് ആയത്, ഇല്ലെന്നുണ്ടെങ്കിൽ അതിപ്പോൾ അപ്രൂവ് ആയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് വരുന്ന പ്രൈസും കാര്യങ്ങളും നമുക്ക് നോക്കാനായിട്ട് ജസ്റ്റ് ഈ പ്രൈസിങ് എന്നുള്ള ഒരു ഇതിനകത്ത് നമുക്ക് ക്ലിക്ക് ചെയ്താൽ മതി. ജസ്റ്റ് പ്രൈസിങ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഇത് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയുടെ മാർക്കറ്റിംഗ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സോഷ്യൽ മീഡിയ സർവീസിന്റെ മാർക്കറ്റിംഗ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നമുക്ക് ഒരു പോക്കറ്റ് മണിയൊക്കെ ഇതിനകത്ത് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ബോട്ടാണ്. ഓക്കെ.